ഇപ്പൊ പേരുകൾ എടുക്കാതെ പറഞ്ഞാൽ തന്നെ കുറെ ആക്ട്രസസിനൊക്കെ കാണാൻ ഏറെക്കുറെ പോരെ പോലെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. ചൈനീസ് പോലെയാ നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഒബ്വിയസ്ലി. നമുക്കതിൽ കമന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഓൺ നെഗറ്റീവ് ബയാസ് എടുത്ത് നമുക്ക് കമന്റ് ചെയ്യാൻ പറ്റില്ല. എന്റെ വാട്സ്ആപ്പ് നമ്പർ എടുത്തോളൂ, നമുക്ക് ബിക്കോസ് ഓഫ് ബോഡി പോസിറ്റിവിറ്റി. ബോഡി പോസിറ്റിവിറ്റി നമുക്ക് പറയാം. ഷേമിംഗ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ഓക്കേ. ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ശരിക്കും അപ്പൊ ട്രൂ ബ്യൂട്ടി ഉണ്ടായിരുന്നത് ആ ടൈമിൽ അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഓഫ് കോഴ്സ്. ഇന്നും ശോഭന ചേച്ചിന്റെ ഒരു ബ്യൂട്ടി, ഇന്നും സുഹാസിനി ചേച്ചിന്റെ, ഗീത ചേച്ചിന്റെ, ശ്രീവിദ്യ അമ്മയുടെ, പിന്നെ എന്താ പഴയ ശീലമ്മ, അല്ല ഞാൻ പറയും ഇപ്പൊ എല്ലാ ആൾക്കാരുടെയും നമ്മൾ ജസ്റ്റ് ഒന്ന് അവരെ കണ്ടാൽ അവരൊരു പേഴ്സണാലിറ്റി ഉണ്ട്, മനസ്സിലായോ? ആ ഏജിൽ നമ്മൾ എന്ത് ചെയ്യും എന്നാണ് നമ്മൾ ആദ്യം അവർ നോക്കുമ്പോ ഇത് ചെയ്യുക. സോ ദാറ്റ്സ് എ ബിഗ് തിങ്. പിന്നെ ഓഫ് കോഴ്സ് ഓരോരോ ആൾക്കാർ, നമ്മളിപ്പോ ഇവരെല്ലാരും ഒരുമിച്ച് വെച്ചാൽ ഒരു ഫോട്ടോഗ്രാഫ് നമ്മൾ അവരെല്ലാരും സൂം ചെയ്ത് നോക്കും, അല്ലാതെ നമ്മൾ ഒരു ഫോട്ടോ ആയിട്ടാണ് നോക്കുക. ബിക്കോസ് എല്ലാവരും ഒരേ ടൈപ്പ് ഡ്രസ്സിങ്, ഒരു ടൈപ്പാണ്, ഒരേ ടൈപ്പ് എല്ലാം, മേക്കപ്പ്, ഹെയർ എല്ലാം ഒരേ ടൈപ്പായി പോയി. ബിക്കോസ് നമ്മളുടെ ഹെൽത്ത് നമ്മളുടെ കയ്യിലാണ്. ക്യാമറയിൽ മുന്നിൽ എന്താ വരുന്നത് പ്രേക്ഷകർക്ക് അറിയില്ല. അവരിത് കണ്ടിട്ട് മാത്രമേ പറയുള്ളൂ, ഓ വാവ് എന്ത് സുന്ദരം. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള നമുക്കൊരു നല്ല ഹെൽത്ത് ഉണ്ടെങ്കിൽ, നല്ല ഉറക്കമുണ്ടെങ്കിൽ, നല്ല വെള്ളം, നല്ല ഭക്ഷണം സമയത്തുണ്ടെങ്കിൽ മാത്രമേ ആ വാവ് ഫാക്ടർ കിട്ടുള്ളൂ. ഈ ബോട്ടോക്സും ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ നമുക്ക് നാളെ ജോലി ഇല്ലെങ്കിൽ ഒന്ന് ആലോചിക്കുക, എല്ലാം തൂങ്ങിയെടുക്കല്ലേ ഉണ്ടാവുക. അതിന് എനിക്ക് സമയമില്ല. മുഖത്തെ മനസ്സിലായി. ഇത് എപ്പോഴും പബ്ലിക്കായിട്ടൊക്കെ ഞങ്ങൾക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട്. ശ്വേതമേനൻ ഫസ്റ്റ് നൈറ്റിനെ പറ്റി സംസാരിക്കും, ശ്വേതമേനൻ അഡൾട്ട് ജോക്ക് പറയും, ശ്വേതമേനൻ നന്നായിട്ട് ഈ പറഞ്ഞ സെക്സിനെ പറ്റിയൊക്കെ നന്നായി സംസാരിക്കും. പക്ഷെ ഇപ്പോഴും എടുത്തു നോക്കിയാൽ ശ്വേതമേനന്റെ കൂടെ വന്ന കണ്ടംപററീസോ ആരും ഇങ്ങനെയൊന്നും പറയുന്നത് കേട്ടിട്ടില്ല. ഇത് അത് പറയാനെന്ത്, അതെങ്ങനെയാ ധൈര്യം വന്നത്? അതോ അത് നാച്ചുറലി അങ്ങനെ വരുന്ന? നാച്ചുറലി ഞാൻ പറയാറുണ്ട്, ഞാൻ എല്ലാവരും കൂടെ സംസാരിക്കാറുണ്ട്, എല്ലാ ആണുങ്ങളുടെ കൂടെ ഫ്ലേർട്ട് ചെയ്യാറുണ്ട്. വൈ നോട്ട്? എന്തത്, നിങ്ങൾ ആണുങ്ങൾക്ക് മാത്രമേ ചെയ്യാനുള്ള ലൈസൻസ് ഉള്ളൂ? അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നമ്മൾ ജീവിതം കോംപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത്. അത്രയൊന്നും ഇല്ല. നമ്മളൊരു സാധാരണ ഒരു നല്ല പെൺകുട്ടി, നല്ല സുന്ദരി പെൺകുട്ടീനെ കാണുമ്പോൾ ആണുങ്ങൾ മാത്രമല്ല ആസ്വദിക്കുന്നത്, പെണ്ണുങ്ങളും ആസ്വദിക്കുന്നുണ്ട്. നല്ല ഗുഡ് ലുക്കിംഗ് മാനിനെ കാണുമ്പോൾ നമ്മൾ പെണ്ണുങ്ങളും ആണുങ്ങളും നല്ല നല്ല ഷർട്ട്, ഏത് രീതിയിൽ നിങ്ങൾ നോക്കുന്നു മാത്രമേ വ്യത്യാസമുള്ളൂ. യുനോ, അപ്പോൾ അത് ആസ്വദിക്കണം. അതുകൊണ്ടാണ് ദൈവം നമുക്ക് രണ്ട് വലിയ ഉണ്ട കണ്ണ് തന്നിട്ട്. അത് എൻ്റെ അച്ഛൻ വഴിയാണ് ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ നല്ല വായ നോക്കിയായിരുന്നു. ഇറ്റ്സ് എ ഗുഡ് വായ നോക്കൽ. My father was a very gentleman. He used to enjoy. He said, why no, you should flirt. Romance എന്ന് പറഞ്ഞാല് എല്ലാം ഫിസിക്കൽ ടച്ച് അല്ല. എന്തിനാ നമ്മൾ ജീവിതത്തിൽ ഇതെല്ലാം കോംപ്ലിക്കേറ്റ് ആക്കുന്നത്? അതിനൊരു എറ്റിക്യൂറ്റി ഒക്കെ പറഞ്ഞു തരുമായിരുന്നു അച്ഛൻ. പിന്നെ വൈ നോട്ട്? ഞാൻ ഒറ്റ മോളാണ്. അച്ഛൻ വാസ് വെരി പെർട്ടിക്കുലർ ദാറ്റ് യുനോ, ഞാൻ പുറം ലോകം പോകുമ്പോൾ ഞാൻ മണ്ടിയായിട്ടല്ല വളരേണ്ടത്. അച്ഛൻ വാസ് വെരി ദിസ് തിങ്. അച്ഛൻ എനിക്ക് എല്ലാം എനിക്ക് എന്താ പറയുക, ഹൗ ടു സർവൈവ് അലോൺ, ഹൗ ടു ഫൈറ്റ്, ഹൗ ടു ഏതെങ്കിലും അറ്റാക്ക് ആയാൽ എങ്ങനെ ഇത് ചെയ്യണം, സെൽഫ് ഡിഫെൻസ്, ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ബിക്കോസ് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിലായിരുന്നു ഞാൻ വളർന്നത്. എയർഫോഴ്സ്, അച്ഛൻ എയർഫോഴ്സ് ഓഫീസർ ആയിരുന്നു. സോ ഫോർ മീ ഇറ്റ് വാസ് എ വെരി നോർമൽ തിങ്. ഹൗ ടു അപ്രോച്ച് മാൻ അങ്ങനെ ഉണ്ടായിരുന്നു, സംസാരിക്കായിരുന്നു നിങ്ങൾ? വൈ നോട്ട്? ഇറ്റ്സ് എ നോർമൽ തിങ്. അത് എൻ്റെ അച്ഛൻ മാത്രമല്ല കേട്ടോ, എൻ്റെ ഫാമിലിയിൽ എല്ലാവരും ഇങ്ങനെയാണ്. എൻ്റെ അച്ഛൻ്റെ ഫാമിലി, എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവിടുന്ന് കുറേ ജേർണലിസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, തറവാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിന് മുമ്പല്ലേ ഈ കെട്ടിപ്പിടുത്തം എല്ലാം, ശ്വേതാമേനൻ കെട്ടിപ്പിടിക്കുന്നു അങ്ങനെയൊക്കെ. തറവാട്ടിൽ ഈ ഫംഗ്ഷന് വന്നപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിമ്മിപ്പി ചെയ്യുന്നു എല്ലാം കണ്ടപ്പോൾ ഇത് ഫാമിലി പ്രോബ്ലം ആണ് എന്നാണ് അവർക്ക് മനസ്സിലായത്. നമുക്ക് സ്നേഹം തോന്നുമ്പോൾ വിഷ്ണു,
യു ഷുഡ് അപ്പോൾ പറയണം ഐ ലവ് യു. ഐ ലവ് യു ഡസൻ മീൻ ഓൺലി വൺ മീനിങ്. യെസ്. നമ്മൾ അമ്മ കുഞ്ഞിനോട് പറയാണ്ട്, അമ്മ അച്ഛനോട് പറയാണ്ട്, ഞാൻ എൻ്റെ അച്ഛനമ്മോട് പറയാണ്ട്, എൻ്റെ ഹസ്ബൻഡിനോട് പറയാണ്ട്, എൻ്റെ ഫ്രണ്ട്സിനോട് പറയാണ്ട്. ഇറ്റ്സ് ജസ്റ്റ് എൻ ഇമോഷൻ. പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ നെഗറ്റീവ് തിങ്. എല്ലാം ഫിസിക്കൽ അല്ല. സെക്സ് ഡസ് നോട്ട് മീൻ ഓൺലി ഫിസിക്കൽ. സെക്സ് ഇസ് ഓൾസോ ക്യാൻ ബി മൈൻഡ് വൈസ് ഓൾസോ, യു നോ. സോ അത് സെക്സ് ഇസ് നോട്ട്, അത് സെക്ഷുവൽ കോൺവെർസേഷൻ നെഗറ്റീവ് എന്തിനാണ്? ഞാൻ എൻ്റെ മോളെ ഇപ്പം മെല്ലെ മെല്ലെ ഐ എം തിങ്കിങ് ഓഫ് ഹൗ ടു സ്റ്റാർട്ട്. 12 വയസ്സായി. യെസ്, 12 വയസ്സായില്ലേ അവള്. ഷീസ് ഗോയിങ് ടു ഗെറ്റ് ഇൻടു 13. ടീനേജ്. പിന്നെ അതിൻ്റെ മുമ്പേ ഷീ ഷുഡ് നോ. അവൾ ഓൾറെഡി അവളുടെ ഫ്രണ്ട്സിൻ്റെ, ഇപ്പോൾ അവരെല്ലാം യൂട്യൂബ് എല്ലാം കാണുന്ന ആൾക്കാരല്ലേ. സോ അവർക്ക് ചിലപ്പോൾ അറിയുണ്ടാവും. പക്ഷേ ആസ് എ പേരൻറ്റ് അത് എൻ്റെ ഡ്യൂട്ടിയാണ് ടു എഡ്യൂക്കേറ്റ് ഹർ. ആൻഡ് വിത്ത് അവളുടെ അച്ഛനും ഞാനും ശ്രീയും ഇരുന്നിട്ട് അവളെ എങ്ങനെ നമുക്ക് അവളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുക. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ശ്വേതമേനോനെ പറ്റി ഓർക്കുമ്പോൾ എനിക്കൊരു ഡയലോഗ് ഓർമ്മ വരും. ഈ ലവും ലസ്റ്റും ഇൻവോൾവ് ആയിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ശ്വേതമേനോനാണ് ഒരു സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. അത് ശ്രീ മോഹൻലാലിനോടാണ്. ഡാൻസർ മീനാക്ഷി പറയുകയാണ്, പെണ്ണെന്ന് പറഞ്ഞാൽ 55 കിലോ മാംസ കഷ്ണം മാത്രമല്ല എന്ന് ഇപ്പൊ തോന്നുന്നുണ്ട് ചന്ദ്രമൗലിക്ക്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അത്. ട്രൂ ട്രൂ. അതാണ് ഭയങ്കര കൂളായിട്ട് അത് പറയുന്നത്. ഒബ്വിയസ്ലി, ബിക്കോസ് ചന്ദ്രമൗലിക്ക് ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ കുറെ ആണുങ്ങൾക്ക് അതുണ്ടാവും. പക്ഷെ അതല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയാറുണ്ടായിരുന്നു ദാറ്റ് നമ്മളൊരു റൂമിൽ ഇങ്ങനെ ഇരുന്ന് 2 കോഫി കുടിക്കുമ്പോൾ ചിലപ്പോൾ കുറേ മണിക്കൂറുകൾ സംസാരിക്കില്ല. യുനോ, ചിലപ്പോൾ രണ്ടാളുടെ ഒരു ആലോചനയിൽ പോവും. പക്ഷെ അങ്ങനെ എല്ലാവരും കൂടെ ഇരിക്കാൻ പറ്റുമോ? സൈലൻസ് ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ ഉണ്ട് പക്ഷെ ആൾ ഇല്ലാത്ത പോലെ ഫീൽ വരിക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ ബിഗ് റൊമാൻസ്. യുനോ, എല്ലാം സംസാരമല്ല, എല്ലാം ടച്ച് അല്ല, പക്ഷെ ഫീൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ വലിയൊരു ലവ് ഗുരു ആണല്ലോ. ലവ് ഗുരു അല്ല, കുരുവാ ഗുരു. ഇതൊക്കെ എക്സ്പീരിയൻസ് വെച്ചിട്ടാ പറയുന്നത്. ഓക്കെ, ലവ് ഗുരുവിന്റെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ലവ് ഗുരു അങ്ങനെ ഒരു പുതിയ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഒരു പയ്യൻ ദീപാവലി വിഷ എന്നും പറഞ്ഞിട്ട് ഒരു ലവ് ലെറ്റർ കൊണ്ടുവന്നില്ലേ? ആ പയ്യനെ പിന്നെ എപ്പോഴെങ്കിലും തേടി കണ്ടുപിടിച്ചിട്ടുണ്ട്? എന്തിന്? ആരെങ്കിലും പുറകോട്ട് നോക്കുവോ? ഇല്ല. ആളെ എവിടെയും പോയിട്ടുണ്ടാവും. ഞാൻ വേറെ ആൾക്കാർ ആരെങ്കിലും എന്ത് തരുമോ? നെവർ ലുക്ക് ബാക്ക്. അത് മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ വരട്ടെ. ഐ ഡോണ്ട് ലുക്ക് ബാക്ക് ഇൻ ലൈഫ്. ഇപ്പോഴും അപ്പോൾ ശ്വേതമേനോനോട് ജെന്യുവിൻലി പ്രണയമുള്ള ആളുകൾ വന്ന് അപ്രോച്ച് ചെയ്താൽ ശ്വേതമേനോൻ എന്ത് ചെയ്യും? ഐ ലവ് ദം ബാക്ക്. വൈ നോട്ട്? എന്തുകൊണ്ട്? എനിക്ക് 100 അല്ല 1000 അല്ല, എനിക്ക് കോടി ആൾക്കാരെ സ്നേഹിക്കുക. എൻ്റെ എക്സ്റ്റെൻഡഡ് സോഷ്യൽ മീഡിയ ഫാമിലി അവരെല്ലാവരും ഞാൻ സ്നേഹിക്കുന്നത്. ഐ ഓൺലി നോ, ഒറ്റ കുട്ടിയല്ലേ, എനിക്ക് സ്നേഹിക്കാനേ അറിയുള്ളൂ. സമയമില്ല എനിക്ക് ടു തിങ്ക് നെഗറ്റീവ് സംസാരിക്കില്ല, അല്ല കുശുമ്പ് പറയില്ല, സുനായം പറയില്ല, അങ്ങനെയൊന്നും ഞാൻ പറയില്ല. അങ്ങനെയൊന്നുമല്ല. പക്ഷേ വെൻ ഐ ഹാവ് ടു ഒരാൾ മുമ്പിലുണ്ടെങ്കിൽ ഐ ലവ് യു എന്ന് പറയാൻ ഒരു മടിയില്ല. പക്ഷെ സ്നേഹം വരണം. അഭിനയിക്കാൻ പറ്റില്ല. അതിന് വേറെ, അതിന് ക്യാമറയും വേറെ, ഡയറക്ടർ ആക്ഷൻ ആൻഡ് കട്ട് എന്ന് പറയണം, അത് വേറെ.